ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പം നമുക്കിന്ന് മേട്ടുക്കുറിഞ്ഞി കാണാൻ പോയാലോ. അപ്പം നമ്മുടെ കുറച്ചടുത്താണ് പരുന്തുംപാറ. അപ്പോൾ പരുന്തുംപാറയിൽ മേട്ടുക്കുറിഞ്ഞി വിരിഞ്ഞിട്ടുണ്ടെന്ന് വീഡിയോസിലൊക്കെ എല്ലാവരും കണ്ടു കാണും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മച്ചിയും അച്ചിയും പിന്നെ കക്കായും ഞാനും ഫിലും സെയ്ങ്കുട്ടനും കൂടാണ് പോയത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയുള്ള നല്ല കോടമഞ്ഞ് ഇറങ്ങി കിടക്കുന്ന കാഴ്ചയൊക്കെയാണിത്. നമ്മൾ ഇടയ്ക്ക് ഇവിടെ ഒരിടത്ത് ഇറങ്ങിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മൾ ഈ മേട്ടുക്കുറിഞ്ഞിയുടെ പല വീഡിയോസ് കാണുമ്പോഴും എല്ലാത്തിലും അവർ പറയുന്നത് അത് നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ നീലക്കുറിഞ്ഞിയും മേട്ടുക്കുറിഞ്ഞിയും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. രണ്ടും സെയിം ജീനസ് സ്ട്രോബിലാന്തസ് ജീനസ് ആണെങ്കിലും നീലക്കുറിഞ്ഞിയുടെ പേര് സ്ട്രോബിലാന്തസ് കുന്തിയാന, മേട്ടുക്കുറിഞ്ഞിയുടെ പേര് സയൻറ്റിഫിക് നെയിം സ്ട്രോബിലാന്തസ് സെസിലിസ് എന്നും ആണ്. അങ്ങനെ ചെറിയ പേരിൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസൊക്കെ കണ്ട്. ഇപ്പം മഴയായിരുന്നതുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം ഒന്ന് സ്ലോ ചെയ്തിട്ട് നമ്മൾ പിന്നെയും യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ പരുന്തുംപാറയിൽ കയറുന്ന ഒരു റൈറ്റ് സൈഡിലോട്ടുള്ള വഴിയുണ്ടല്ലോ, ആ വഴി ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള മലയിലാണ് ഈ പൂക്കൾ കാണുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. പക്ഷെ നമുക്ക് അവരൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി ഇതാണ് സ്പോട്ടെന്ന്. അപ്പോൾ നോക്കുമ്പോൾ കാണാം, ദൂരെയും നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് നല്ല ബ്ലൂ ബഞ്ചസ് പോലെ ചെടി ഫ്ലവർ ചെയ്തിങ്ങനെ നിൽപ്പുണ്ട്. ചിലതിലൊക്കെ കുറച്ച് ഫ്ലവേഴ്സേ ഉള്ളൂ, ചിലതിലൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും നല്ല ഒരു കാഴ്ചയാണ്. അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താണെങ്കിലും പോയി കാണാം. അപ്പം ഫ്ലവർ നല്ല ബ്ലൂ ചെറിയ ഫ്ലവേഴ്സാണ്. ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബ്ലൂ കളർ വിസിബിളായിട്ട് കാണാം. അവിടെ ഇവിടെയായിട്ട് കുറേ ഏരിയ, ഈ ഒരു മല നിറയെ ഫ്ലവറാണെന്ന് പറയാം. അപ്പോൾ ഫിലും സെയ്നൊക്കെ ഇത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവന്മാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് കയറി പോകുന്നത് ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം മഴ കഴിഞ്ഞതുകൊണ്ട് ഫുള്ള് ചെളിയായിരുന്നു. ഞാൻ കയറിയപ്പോഴേ ഒന്ന് മൂക്കും കുത്തിയൊക്കെ വീണായിരുന്നു. അപ്പം നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ കിട്ടി എന്തായാലും കയറി ചെന്ന് കണ്ടപ്പോൾ. പിന്നെ ഇവിടെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ വരുന്നവർ മിക്കവരും ഈ ഫ്ലവർ ചെടിയോടെയൊക്കെ പറിച്ച് ഇടുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ ചെടിയിൽ ഈ ഫ്ലവർ നിൽക്കുന്ന ഭംഗി എന്താണെങ്കിലും നമ്മളത് കയ്യിൽ പറിച്ച് നോക്കുമ്പോൾ കിട്ടത്തില്ല. എന്തോ ഒരു ആവേശത്തിന് പറിക്കുന്നതാണ്, എന്നിട്ട് അവിടെ തന്നെ അത് കളഞ്ഞിട്ട് പോകും. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് ചെടികൾ ഇങ്ങനെ ഇവിടെ മുറിച്ചിട്ടിരിക്കുന്ന കണ്ടു. ഇനി ഇത് കാണാൻ വരുന്ന ആൾക്കാരാണെങ്കിലും പ്ലീസ് ഇങ്ങനെ ചെടികൾ പറിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ നീലക്കുറിഞ്ഞി 12 വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നതെങ്കിൽ മേട്ടുക്കുറിഞ്ഞി 7 വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത്. മേട്ടുക്കുറിഞ്ഞി പൂക്കൾ സമുദ്രനിരപ്പിൽ നിന്നും 600 to 1000 മീറ്റർ ഉയരത്തിലുള്ള പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. നീലക്കുറിഞ്ഞി പൂക്കളാണെങ്കിൽ 1000 മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാറിലൊക്കെ കൂടുതലായിട്ടും നീലക്കുറിഞ്ഞികൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പരുന്തുംപാറയുടെ മെയിൻ വ്യൂവിലേക്ക് വന്നു. എന്താണെങ്കിലും ഇവിടെ വരെ വന്നതല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല. രാവിലെയല്ലേ നമ്മൾ വന്നത്, സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം കുറേ നേരം നിന്ന് ഫുള്ള് കോടമഞ്ഞാണ്. താഴത്തെ ആ പരുന്തുംപാറയുടെ വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. മൊത്തം കോട ഇങ്ങനെ ഫില്ല് ചെയ്ത് വൈറ്റ് കളറിൽ കിടക്കുകയാണ്. ഒന്നും ക്ലിയർ അല്ല. നല്ല കാറ്റും ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫിലും സെയ്നൊക്കെ അതുവഴി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അവന്മാർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലായിടവും ഒന്ന് കറങ്ങി നടന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടി നോക്കി. അപ്പം നമ്മുടെ അത്തച്ചിയുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ പരുന്തുംപാറ. നമുക്ക് എവിടെ നിന്ന് പോകണം എന്ന് ചോദിച്ചാൽ അച്ചി ഫസ്റ്റ് പറയുന്നത് പരുന്തുംപാറ പോകാമെന്നാണ്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ കാണാം നമുക്കൊരു മണിത്തക്കാളിയുടെ തൈ നിൽക്കുന്നത്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു നമുക്കത് പറിച്ച് വീട്ടിൽ കൊണ്ട് നടാമെന്ന് പറഞ്ഞിട്ട് നമ്മളതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ എല്ലായിടവും ഇങ്ങനെ കുറേ മലകളുണ്ടല്ലോ. അപ്പം വേറൊരു സ്പോട്ട് കണ്ടു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇറങ്ങിയിരിക്കാമെന്ന് വിചാരിച്ച് അവിടെയും കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി ഇങ്ങനെ കറങ്ങി നടന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. അവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക്